ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്നേഹ സാഹോദര്യ ജ്വാല കേന്ദ്രതല ഉദ്ഘാടനം മലബാർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ സഹകരണത്തിൽ പുതുപ്പാടി ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെട്ടു. മാനവികത്വത്തിൻ്റെ സൂര്യോദയമാണ് ഈ സ്വാതന്ത്ര്യദിനം എന്ന് ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി MP. മതസൗഹാർദ്ദവും സാഹോദര്യവുമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറ എന്നും അദ്ദേഹം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹ സാഹോദര്യ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിൻ C. മാത്യു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ കാഴ്ചവെക്കുന്ന വൈവിധ്യവും ബഹുസ്വരതയും നമുക്ക് അഭിമാനം നൽകുന്നതാണെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. മുഖ്യാതിഥിയായി എത്തി അദ്ദേഹം സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത്, വെരി റവറൻ ഫിനഹാസ് റംബാൻ, മേരി ഫിലിപ്പോസ് തരകൻ, അനീഷ് ജോർജ്, ഫാദർ വർഗീസ് ജോൺ, ഡോക്ടർ നിതിൻ കുര്യാക്കോസ്, ജിജോ ജോർജ്, ജിൻസ് തടത്തിൽ, ജിനു K. എബ്രഹാം, ജിജോ പൗലോസ്, പോൾസൺ കുരുവിള എന്നിവർ സംസാരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ കൊച്ചി ഭദ്രാസനത്തിലെ സീനിയർ വൈദികനായ പുത്തേത്തുകുടി ഫാദർ PK ജോർജ് തൻ്റെ 88-ാം വയസ്സിൽ അമേരിക്കയിൽ വെച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. സംസ്കാര ശുശ്രൂഷ പിന്നീട് നടത്തപ്പെടും. കരിപ്പക്കുന്ന് മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയാണ് മാതൃ ഇടവക. വന്യാച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി അനുസ്മരണം പിതൃസ്മൃതി മാർ ഔഗിൻ കുര്യാക്കോസ് പിതാവ് ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന സ്പർശം പുരസ്കാരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് സമ്മാനിച്ചു. നമ്മുടെ നാട്ടിൽ വാർദ്ധക്യത്തിലും ഏകാന്തതയിലും കഴിയുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉപജീവനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന മക്കൾ മാതാപിതാക്കളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരുടെ അസാന്നിധ്യവും വാർദ്ധക്യത്തിലുള്ളവർക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും ജീവിതത്തോട് വിരസതയും സൃഷ്ടിക്കുന്നു. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ വൃദ്ധഭവനങ്ങളല്ല, ഏകാന്ത വാർദ്ധക്യങ്ങൾക്കാണ് കൂടുതൽ ആവശ്യം. ഏകാന്ത വാർദ്ധക്യ പരിചരണത്തിന് വ്യക്തമായൊരു ലക്ഷ്യബോധവും ക്രിയാമാർഗവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കേന്ദ്രീകൃതമായി വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് കരുതലും സാമീപ്യവും നൽകുന്ന ചാരെ അഥവാ സമീപം എന്ന വയോജന ശ്രദ്ധാ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിന്റെ നേതൃത്വത്തിലാണ് ചാരെ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2-ന് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി നിർവഹിച്ചു. തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ സെറാഫിം തിരുമേനി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സ്വാഗതം ആശംസിച്ചു. മാർത്തോമ സഭയുടെ അഭിവന്യ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ തിരുമേനി മുഖ്യ സന്ദേശം നൽകി. 75-ാം ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുന്ന മാർത്തോമ സഭയുടെ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് മലങ്കര സഭയുടെ ആശംസകൾ പരിശുദ്ധ കാതോലിക്ക ബാവ നേർന്നു. വിഷയാവതരണം അഭിവന്യ മാത്യൂസ് മാർ തേവോദോസിയോസ് തിരുമേനി നിർവഹിച്ചു. അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് വലിയ മെത്രാപ്പൊലീത്ത, അഭിവന്യ ഡോക്ടർ സാമുവേൽ മാർ ഐറേനിയോസ് എന്നിവർ അനുഗ്രഹ സന്ദേശം നൽകി. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അൽമായ ട്രസ്റ്റി റോണി വർഗീസ്, തുമ്പമൺ ഭദ്രാസന സെക്രട്ടറി റെവറൻ ജോൺസൺ കല്ലെട്ടുതിൽ, കോർ എപ്പിസ്കോപ്പ, അഖില മലങ്കര പ്രാർത്ഥനാ യോഗം വൈസ് പ്രസിഡന്റ് ഫാദർ മത്തായി കുന്നിൽ, ഇടവക ട്രസ്റ്റി എബ്രഹാം ജോർജ്, ഇടവക സെക്രട്ടറി CD റോയി എന്നിവർ ആശംസകൾ അറിയിച്ചു.
പരിശുദ്ധ സഭയുടെ കേരളത്തിലെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും 1000-ൽ പരം പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ സൗജന്യ പരിശോധനാ ക്യാമ്പും സമ്മേളന നഗരിയിൽ ഉണ്ടായി. ഭാഗ്യസ്മരണാർഹനായ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയുടെ 7ാമത് ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് 17 മുതൽ 24 വരെ ആചരിച്ചു വരുന്നു. പെരുന്നാൾ കൊടിയേറ്റ് കർമ്മം ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി നിർവഹിച്ചു. മലങ്കര സഭാ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ഫാദർ P.K. കോശി, ഭദ്രാസന വൈദിക ശ്രേഷ്ഠർ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു വരുന്നു. മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സ്ത്രീകൾക്ക് സാധ്യമാകണം. നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ നവജ്യോതി മോംസിന്റെ 15ാമത് ഭദ്രാസന വാർഷികം കീക്കൊഴൂർ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. സമ്മേളനം അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ലഹരി വസ്തുക്കൾ പോലെയുള്ള വിപത്തിനെയും മറ്റ് സാമൂഹിക തിന്മയെയും പ്രതിരോധിക്കുവാൻ സ്ത്രീകൾ സമൂഹത്തിൽ മുന്നിട്ടിറങ്ങണമെന്നും നമ്മുടെ കുടുംബങ്ങളിലൂടെ തലമുറകളിലെ മൂല്യബോധമുള്ളവരാക്കി മാറ്റണമെന്നും അഭിവന്യ തിരുമേനി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. മർത്തമറിയം വനിതാ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ഫാദർ ലിജിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ എബി വർഗീസ് സ്വാഗതം ആശംസിക്കുകയും അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജം ജനറൽ സെക്രട്ടറി പ്രൊഫസർ മേരി മാത്യൂസ് ക്ലാസ് എടുക്കുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി ലീലാമ്മ വർഗീസ്, ഷേർലി മാത്യു, ബെറ്റി രാജൻ എന്നിവർ പ്രസംഗിച്ചു. മലങ്കര സഭയുടെ കണ്ടനാട് മെത്രാസനത്തെ അതിന്റെ പ്രശ്നകലുഷിതമായ കാലഘട്ടത്തിൽ നയിച്ച പുണ്യശ്ലോകനായ അഭിവന്യ ജോസഫ് മാർ പക്കോമ്യോസ് തിരുമേനിയുടെ 34ാം ഓർമ്മ പെരുന്നാൾ മുളക്കുളം കർമേൽ കുന്ന് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ മലങ്കര സഭ ഭക്തിപുരസരം ആചരിച്ചു. ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തി നിർഭരമായ രാസയും ശ്ലൈഹിക വാഴ്വും കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. അഭിമന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്കും കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർഗദീപം സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി അഥവാ മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി ജനസംഖ്യാ ആനുപാതികമായി 2025-26 സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പ് നൽകുന്നതിലേക്കായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. 1500 രൂപയാണ് സ്കോളർഷിപ്പ് തുക. കുടുംബ വാർഷിക വരുമാനം 2,50,000-ൽ കവിയാൻ പാടില്ല. അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. margadeebam.kerala.gov.in മുഖേന ഓൺലൈനായി സ്കൂൾ തലത്തിൽ സെപ്റ്റംബർ 19 വരെ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷയുടെ ഫീൽഡുകൾ പൂർണ്ണമായും പൂരിപ്പിച്ച് നിശ്ചിത തീയതിക്കുള്ളിൽ സ്ഥാപന മേധാവി സമർപ്പിച്ചിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 047123000524 അഥവാ 047123022090 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മലങ്കരയുടെ സൗമ്യ തേജസ് ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സഖറിയാമാർ അന്തോണിയോസ് തിരുമേനിയുടെ 2ാം ഓർമ്മ പെരുന്നാൾ ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് മാർ ഏലിയ ചാപ്പലിൽ 2025 ഓഗസ്റ്റ് 17 മുതൽ 20 വരെ പരിശുദ്ധ സഭ ഭക്തിപുരസരം കൊണ്ടാടി. ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന്
യോഗങ്ങൾ, ഭക്തി നിർഭരമായ റാസയും ശ്ലൈഹിക വാഴ്വും കബറിങ്കൽ ധൂപാർപ്പണവും നേർച്ചയും നടത്തപ്പെട്ടു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. അഭിമന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരും പഠനത്തിൽ സമർത്ഥരുമായ വിദ്യാർത്ഥികൾക്കുള്ള മലങ്കര സഭയുടെ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് 2025 മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 2025 സെപ്റ്റംബർ 15 എന്ന് ഏവരെയും ഓർമ്മിപ്പിക്കുന്നു. നാഗപ്പൂരിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ 2025-26 ഗ്രാമവിദ്യാഭ്യാസ പദ്ധതി ഓഗസ്റ്റ് 17 STOTS പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ ജോസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മിഷന്റെ ചുമതലയിലുള്ള ഫാക്കൽറ്റി ശ്രീമതി സിൻസി മറിയാം തോമസ് ഈ അധ്യയന വർഷത്തേക്കുള്ള പുതിയ പാറ്റേണും ഷെഡ്യൂളും അവതരിപ്പിച്ചു. OSSAE OKR എന്നത് ഗ്രാമവിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന പദ്ധതിയാണ്. അയൽ ഗ്രാമീണ സമൂഹങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം വാഗ്ദാനം ചെയ്യുന്ന സെമിനാരിയുടെ ഏറ്റവും സ്വാധീനമുള്ള ഔട്ട്റീച്ച് സംരംഭങ്ങളിലൊന്നായി ഈ പദ്ധതി നടന്നുവരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ ഞായറാഴ്ചയും ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ നടക്കുന്നു. സെമിനാരി വിദ്യാർത്ഥികൾ തങ്ങളുടെ ഒഴിവുദിനം അറിവിലൂടെയും കാരുണ്യത്തിലൂടെയും ഈ കുട്ടികളെ ശാക്തീകരിക്കുന്നതിനായി നിസ്വാർത്ഥമായി സമർപ്പിക്കുന്നു. നാഗപ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി ഓഗസ്റ്റ് 18 പ്രശസ്ത ആദിവാസി അവകാശ പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ ദയാഭായിയുമായുള്ള ഒരു ടോക്ക് വിത്ത് ദയാഭായി എന്ന പരിപാടി സംഘടിപ്പിച്ചു. അങ്ങേയറ്റം വിനയത്തോടും അചഞ്ചലമായ സമർപ്പണത്തോടും കൂടി ദയാഭായി തന്റെ അസാധാരണമായ ജീവിതയാത്ര, അവരുടെ നിരന്തരമായ പോരാട്ടങ്ങൾ, സ്വയം ശൂന്യമാക്കൽ, സേവന ദൗത്യം എന്നിവ സെമിനാരി വിദ്യാർത്ഥികൾക്കായി പങ്കുവച്ചു. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ തന്റെ പുതിയ ദൗത്യത്തെക്കുറിച്ചും ദയാഭായി സംസാരിച്ചു. അവിടെ മേഖലയിലുടനീളമുള്ള എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികൾക്കായി ഒരു നിർണായക ആരോഗ്യ സംരക്ഷണ സംരംഭമായി എയിംസ് ആശുപത്രി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരുമായി ചർച്ചകൾ നടക്കുന്നു എന്ന് ദയാഭായി പറഞ്ഞു. പരുമല മെഡിക്കൽ സെന്റർ ചാരുമൂട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പരുമല ആശുപത്രിയുടെ സുവർണ ജൂബിലി വർഷത്തിൽ തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ചാരുമൂട്ടിൽ പരുമല മെഡിക്കൽ സെന്റർ എന്ന പേരിൽ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ചാരുമൂട് ജംഗ്ഷനിലെ വെനീസ് ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ സെന്ററിൽ ഉദ്ഘാടനം ഓഗസ്റ്റ് 21 രാവിലെ നിർവഹിച്ചു. ഫാമിലി മെഡിസിൻ, ഡെർമറ്റോളജി, പീഡിയാട്രിക്സ്, എൻഡോക്രൈനോളജി, ന്യൂറോളജി, ജനറൽ സർജറി, ENT തുടങ്ങിയ വിഭാഗങ്ങളിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ OP സേവനം ഇവിടെ ലഭ്യമാണ്. ക്ലിനിക്കിന്റെ സേവനം രാവിലെ 8 മുതൽ വൈകുന്നേരം 8 മണി വരെ ലഭ്യമായിരിക്കും. ഓഗസ്റ്റ് 21 മുതൽ എമർജൻസി, ഫാർമസി, ലബോറട്ടറി തുടങ്ങിയവയുടെ സേവനം 24 മണിക്കൂറും ലഭിക്കുന്നതാണ്. മലങ്കര സഭയ്ക്ക് ഒരു റമ്പാച്ചൻ കൂടി സ്ഥാനമേറ്റു. ഓതറ ദേശത്തിന് അഭിമാനത്തിന്റെ നിമിഷം വെരി റവറൻ അപ്രേം റമ്പാച്ചൻ മലങ്കര സഭയുടെ പൂർണ്ണ സന്യാസ പദവിയായ റമ്പാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പ്രിയ റമ്പാച്ചന് എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും നേരുന്നു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.